അണ്ടർ റേറ്റഡ് ആണ് ഞാൻ കണ്ടതിൽ. ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഓടി വണ്ണിൽ, വളരെ എം ടി ആയിരുന്നു. പക്ഷേ നമുക്ക് ഇഷ്ടം നല്ലപ്പെട്ട്. വിഷ്വൽസൊക്കെ സൂപ്പറാണ്, സ്റ്റോറിയും പേസിങ്ങും ഒക്കെ നല്ലതാണ്. സോങ്സ് കുറേ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴും മനസ്സിലായി. പക്ഷേ വളരെ നല്ല മൂവിയാണ്. ഈ നമ്മളെ ഈ 2012 കമ്പയർ ചെയ്യാൻ പറ്റുമോ? 2012 അത് വേറൊരു ജനറ, ഇതുപോലെ ഡിസാസ്റ്റർ മാതിരിയുള്ള തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ സ്റ്റോറി ഉണ്ട്, നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്, സയൻസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെ നോക്കിയാൽ കൊള്ളാം. വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വൽ നല്ല സിനിമയായിരുന്നു, നല്ല പേസിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടമാണ്. ഈ ടൊർണാഡോ സീൻസൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സിൽ ലാസ്റ്റ് ഒരു ടൊർണാഡോ ഉണ്ട്, അത് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻസൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ചെറിയൊരു ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. നമ്മൾ 2012 പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ വരുന്നത്? 2012 പോലെ പറയാൻ പറ്റത്തില്ല, പഴയ ട്വിസ്റ്റേഴ്സ് ഇല്ലേ സെയിം. എങ്ങനെയുണ്ട് പടം? പടം കൊള്ളാടാ. ഇപ്പം നമ്മളിവിടെ സംഭവിക്കുന്ന കഥയല്ലെങ്കിലും അവരുടെ നാട്ടിൽ ഇത് സംഭവിക്കുന്ന ഒരു തീമാണ്. മേ ബി നല്ല എൻ്റർടൈൻ കൊള്ളാം. എങ്ങനെ നമ്മളെ ഈ 2012 വന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ വരുന്നത്? എങ്ങനെയുണ്ട് ടൈം? പക്ഷെ അത് വെച്ച് നോക്കിയാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. വിഷ്വൽസ് കണ്ടിരിക്കാം, കുഴപ്പമില്ല. കുറച്ച് സത്യം പറഞ്ഞാൽ ഈ ടൊർണാഡോ കണ്ടുകൊണ്ട് ബോറടിക്കും, എന്നാലും കുഴപ്പമില്ല. വിഷ്വൽസ് ആർ ഗുഡ്, അത്ര തന്നെ. ടിസ്റ്റേഴ്സ് പഴയത് അതിൽ കുറച്ചുകൂടി സ്റ്റോറി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ഇതിൽ അവർ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അങ്ങോട്ട് വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ആ ഒരു ടൊർണാഡോ ഹിറ്റ് ചെയ്യുന്നതൊന്നും എന്തോ അങ്ങോട്ട് ചില സ്ഥലത്തൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നി. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തെ VFX ഒക്കെ അടിപൊളിയായിരുന്നു. ബോത്ത് വാച്ചിങ് ആണ്, ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അതെ അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു VFX കാര്യങ്ങളൊക്കെ? VFX അടിപൊളിയായിരുന്നു, കാരണം അതിനകത്ത് ആ ഡിസാസ്റ്റർ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തെ VFX ഒക്കെ അടിപൊളിയായിരുന്നു. ബോത്ത് വാച്ചിങ് ആണ്, ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അതെ അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു VFX കാര്യങ്ങളൊക്കെ? VFX അടിപൊളിയായിരുന്നു, കാരണം അതിനകത്ത് ആ ഡിസാസ്റ്റർ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആവറേജ് ആണ്, എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര വന്നിട്ടില്ല. ഇറ്റ്സ് മേക്കിങ്ങും ഇതൊക്കെ ഒരു ആവറേജ്, അത്ര ആ എക്സ്പീരിയൻസിനപ്പുറം കിട്ടിയിട്ടില്ല. സ്റ്റോറി ആണോ ഇതായിട്ട് തോന്നിയത്? വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി ആവറേജ് ആണ്, സ്ഥിരം കണ്ടുവരുന്ന കുറേ സാധനങ്ങൾ തന്നെയാണ്, മാത്രമേ ഉള്ളൂ. അതെ, എടുത്തു പറയാനൊന്നുമില്ല, ബട്ട് അതിൻ്റെ എഫക്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു. അതായത് നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ ബോറടിക്കാതെ കാണാൻ പറ്റുമോ? ബോറടിക്കാതെ കാണാൻ പറ്റും. പടം വിഷ്വലി എങ്ങനെയുണ്ട്? പടം ഐമാക്സിൽ കാണണം പടം. വേറെന്താണ് പറയാനുള്ള പടത്തിനെ പറ്റി? വേറൊന്നുമില്ല, നല്ല പടം. 2012 ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് പടമല്ലേ വരുന്നത്? എങ്ങനെയുണ്ടോ? വിഷ്വൽസേ കൊള്ളാം.